ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ദളപതി പ്ലേസിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ദളപതി നഗരത്തിൽ ഭയങ്കര സർവൈവൽ സീരീസ് ദളപതി നഗരത്തിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഫുഡ് ഫാമിംഗ് നടത്തിയിരുന്നു. അതാണ് ഇപ്പോൾ ഇറങ്ങി കാണുന്നത്. അത്യാവശ്യം വളമൊക്കെ എടുക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അതിൻ്റെ കോൾഡ്രോണൊക്കെ അടച്ചു വിട്ടിരുന്നു സ്ലാബ് കൊണ്ട്. അപ്പോൾ അതിൽ പിന്നെ കയറാൻ പറ്റത്തില്ല. ഞാൻ ഷെൽഫ് വെച്ചൊരു ലൈനിങ് ഒരു ബോർഡർ നടത്തുക, ഒരു ഡിസൈനും പിന്നെ എനിക്ക് വലിയ കയറാനും. അപ്പോൾ ഇന്നലെ നമ്മൾ ഫുഡ് ഫാം ആണ്. ഇന്ന് നമ്മളൊരു ആനിമൽ ഫാമിംഗ് പണിയുമാണ്. അപ്പോൾ അതിനുള്ള പ്ലാറ്റ്ഫോമാണ്. മറ്റേ പന്നി, ആട്, കോഴി, പശു ഈ 4 നമ്മൾ ഇന്നത്തെ പോറ്റുന്നത്. ഇതിനകത്ത് പോറ്റാനുള്ള പച്ചക്കറികൾ ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ 4 നമ്മളിപ്പോൾ ഇവിടെ വളർത്തുന്നുള്ളൂ. ആൻഡ് പ്രത്യേകിച്ചൊന്നുമില്ല കാണിക്കാൻ. ആൻഡ് ഇപ്പോൾ ഇവിടെ ഉണ്ടോ ഇങ്ങനെയൊക്കെയാണ് ലൈൻ ചെയ്തേക്കുന്നത്. ഇന്നലെ നൈറ്റായി. നമുക്ക് നാളെ രാവിലെ ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഡേ ആയി. ഇപ്പോൾ ഞങ്ങൾക്ക് വേറെ സൂത്രം കളിക്കാം. ഇന്നലെ ഞാനിവിടെ ഉണ്ടോ ഞാനിവിടെ ഈ ഒരു സ്റ്റെപ്പ് ഫുൾ ഇടിച്ച് കളഞ്ഞു. ഞാനിവിടെ വാട്ടർ എലിവേറ്റർ ആക്കി. ഇന്നലെ ഇവിടെ ഫുള്ള് അടച്ചിട്ടേക്കായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ ഫുള്ള് വാട്ടർ എലിവേറ്റർ ആണ്. ഇത് താഴെ എടുക്കും. ഈ താഴെ നേരെ നമ്മൾ മൈനിങ്ങിലൂടെ ആയിരിക്കും പോകുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചത്. പക്ഷേ ഇനി ഞാൻ താഴേക്ക് പോകാൻ എനിക്ക് പറ്റത്തില്ല. ഇനി താഴേക്ക് പോയി ഞാനവിടെ ശ്വാസം മുട്ടിക്കാം. സോ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. സോ ഇനിയിപ്പോൾ ഞാൻ എവിടെ നിന്ന് ആനിമൽസിനെ വെച്ചതാണ് സിമ്പിൾ. നമ്മൾ ആനിമൽസിനെ നമ്മളുടെ വില്ലേജേഴ്സ് ഉണ്ട്, നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരും. ആൻഡ് അവിടെ ആനിമൽസിന് അല്ലെങ്കിൽ അവിടെ വേറെ 2 പശു കാണുന്നുണ്ട്. കൊച്ചു പശുവായിരുന്നു. പക്ഷേ വേണ്ട, ഇത് പോരാ. ഞാൻ വില്ലേജിൽ നിന്ന് തന്നെ 2 പശുവിനെ എടുത്തുകൊണ്ട് വരാം. എന്തായിരിക്കും നല്ലത്. ഒക്കെ നമ്മൾ ഈ വില്ലേജിൽ നിന്ന് 2 പശുവിനെ എടുത്തുകൊണ്ട് വന്നു. ഇനി ഞാൻ നോക്കുന്നത് ഇതിൽ കൂടെ കയറ്റാൻ പറ്റും. ഞാനത് ഓർത്തില്ല. മക്കളെ വാ. വരുന്നുണ്ട്. ഇവിടെ വാ. ശീക്രം വാ. ചനി ഇവർ വരുത്തില്ല കേട്ടോ. ഇവിടെ ഡ്രൗൺ ആവുമോ? ഇല്ല, ഞാൻ താഴെ പോന്നു. ഇവിടെ ആടാ. ആ സ്റ്റെപ്പ് എടുത്ത് കളയണ്ട. ഒരു ആവശ്യത്തെടുത്ത് കളയുകയും ചെയ്ത് ഇവിടെ തല്ലായല്ലോ. പിന്നെ ആണ്ടടാ താഴെ വിളിച്ചത്ത് എന്നേക്ക്. പക്ഷെ ഇപ്പോൾ വേറൊരു വഴി നോക്കേണ്ടി വരുമല്ലോ. പക്ഷേ ആവശ്യത്തെടുത്ത് സ്റ്റെപ്പും കളഞ്ഞു. ഞാൻ നമ്മുടെ പശുവിനെ മണ്ടവഴി ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. ഒരു ബ്ലോക്കൊക്കെ വെച്ച് മേലോട്ട് വലിച്ച് കയറ്റി. അതൊന്നും പറയാതിരിക്കുന്നതായിരുന്നു ഭേദം. ഞാൻ വേറെ 2 പശുക്കളെ കൊണ്ടുവന്നു. ഒരു വിധത്തിൽ ഞാനതിൻ്റെ കൊണ്ടുവന്നപ്പോൾ 2 കൂടെ ആയപ്പോൾ ആ ഫാമിലെത്തി കറക്റ്റ് സമയത്ത് കയറ് കൂട്ടി 2 കൂടെ താഴെ വേണ്ടി ചത്ത്. അതിപ്പോൾ ഈ കാണുന്ന ഈ ഫാമിൻ്റെ മൂലയ്ക്ക് കയറിയപ്പോൾ 2 പേരും കൂടെ താഴെ വീണങ്ങ് തട്ടിപ്പോയി. അപ്പം ഞാൻ പോരാത്രായിട്ട് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഇത് ഭയങ്കര പാടാണ് കേട്ടോ. ഇവിടെ വാ പശുമ്പാ, ഇവിടെ വാ. ഇനി അടുത്ത ആളും കൂടെ കൊണ്ടുവരണം. അത് ഇതിലും മേനൊക്കെയായിരിക്കും. അതിനെവിടെ പോയതുകൊണ്ടൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചേക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഡിവൈസ് ഇങ്ങനെ ലാഗ് അടിക്കുന്ന എനിക്കിത് സഹിക്കാൻ വേണ്ട. ഭയങ്കരമായിട്ട് ഇത് കട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ 2 പശുവിനൊക്കെ നേരത്തെ ഒപ്പിച്ചായിരുന്നു. നമുക്കിനി ആടിനെയാണുള്ളത്. ഇനി വീട്ടിൽ അട്രാക്ട് ചെയ്യാൻ ഈ 2 ആയതുകൊണ്ട് ഞാൻ ഈ 2 അങ്ങ് കൊണ്ടുവന്നേക്കുന്നത്. വാ. ഞാൻ ലീഡിട്ടാണ് വലിക്കുന്നത്. പിന്നെ ഇവന്മാർ അങ്ങ് പിന്നിലേക്ക് വലിഞ്ഞ കയറ് പൊട്ടിപ്പോകുന്നുണ്ട്. ഇവന്മാർ ഫുഡിട്ട് ഞാൻ ലൂർ ചെയ്യുന്നത്. ഇത് മാറ്റാം. ആദ്യം ഞാൻ കൊണ്ടുവന്ന കോഴികളായിരുന്നു. ആ കോഴി ഇപ്പം എൻ്റെ ഇൻവെൻട്രിയിലുണ്ട്. അതുകൊണ്ട് ഇത് വെച്ചപ്പോൾ ആ കോഴിക്ക് അത് വരാൻ പറ്റില്ല. താഴെ അങ്ങനെ പോയി. മച്ചമ്പി ഇവിടെ ഒരു ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ആകാശത്തിങ്ങനെ ആനിമൽ ഫാമിംഗ് പണിയാൻ. മച്ചാനി ഇവിടെ വാ. മച്ചാനി ഇവിടെ കം ഹിയർ. ഇവിടെ ഇരുന്നോണം. ഓക്കെ, സെറ്റ്. അടച്ചിടുന്നു. എന്തായാലും ഞാൻ അടുത്ത ആടിനെ കൂടെ കൊണ്ടുവരാം. ഓക്കെ മച്ചാനെ, ഞാൻ മറ്റൊരാടിനെ കൂടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നൈറ്റായി. ആൻഡ് ഇവനെ കൊണ്ടുവരാൻ പോയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ 2-3 പ്രാവശ്യം പൊട്ടുകയും ചെയ്ത്. അങ്ങനെ വേറൊരാട് ചത്തുപോയി. ആ എണ്ണവരെ ഞാൻ ഇവനെ കൊണ്ടുവന്നു. അവിടെ 3 ആളുണ്ടായിരുന്നു. ഇപ്പോൾ കൊണ്ടുവന്ന 3 എണ്ണം ചത്തുപോയി. ഇവനാണ് 4ാമത്തെ. ഞാൻ വേറൊരു ഐലൻഡിൽ നിന്ന് കൊണ്ടുവരിക. അതൊരു വിധത്തിലാണ് ഞാൻ കൊണ്ടുവന്നത്.
ഫീഡ് ചെയ്യാനല്ല ബ്രോ, എനിക്ക് ഫോണെ കളിച്ചിട്ട് തന്നെ ഇത്രയും ഡിഫിക്കൽട്ടീസ്. അപ്പോൾ കമ്പ്യൂട്ടറിലാണ് എൻ്റെ അവസ്ഥ തന്നെയാണ്. ഓ എൻ്റെ മച്ചാനെ മാറു മച്ചാനെ, അവന് ഹൃദയം പറക്കുന്നു. അവൻ വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കുന്നത്. എന്നാലും ഞാൻ ഈ പോർഷൻ സ്കിപ്പ് ചെയ്യണം. നമുക്കിനി ഡേറ്റയും കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ രാവിലെ ഇരിക്കുന്നു. നമുക്ക് പന്നിയും ആടും കൂടെ ഉള്ളു ബാക്കി. ഇനി എന്തായാലും നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഇനിയിപ്പോൾ ഈ വീട്ടിൽ നിങ്ങൾക്ക് പന്നീനെ എടുക്കാം. ഒരു മിനിറ്റ്. ഓ മഴയും പെയ്ത്. ഷടാ, അത് എൻ്റെ കയ്യിൽ പോയില്ല. അത് കണ്ടോ, അവിടെ ഒരു സ്കെലട്ടൻ നിങ്ങൾ കണ്ടോ? ഷടാ, മഴ ഇനിയിപ്പോൾ ഇവന്മാരെല്ലാം വരും, അതാണ് മെയിൻ ഇഷ്യൂ. ഷേ കണ്ടോ, അവിടെ ഒരു സ്കെലട്ടൻ. എൻ്റെ മച്ചാൻ അത് കണ്ടോ, സോംബി വിത്ത് സ്പിയർ, സോംബി റൈഡർ വിത്ത് സ്പിയറോ. കണ്ടോ 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 കണ്ടോ, ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഭയങ്കര റയറാണ്. എൻ്റെ മച്ചാനെ സീൻ. എനിക്ക് ഇവനെ ഇങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റില്ല. എൻ്റെ അമ്പും വില്ലും ഉണ്ടായിരുന്നു. എൻ്റെ ഇരിക്കുന്ന അമ്പും വില്ലും ഒക്കെ ഇന്നത്താണോ? യെസ്. 6 അമ്പുണ്ട്, അത് മതി. ഇന്ന് അവൻ്റെ തല അടിക്കാൻ പറ്റും. ഈ സ്കെലട്ടൻ്റെ ഒക്കെ വിചാരം ഇവൻ്റെ മാത്രമുള്ള അമ്പും വില്ലുണ്ട്, ഇവന് മാത്രം അമ്പേനെ അറിയത്തുള്ളൂ. ഞാൻ കാണിച്ചെടുക്കും, എനിക്ക് അമ്പേ അറിയുന്നത്. നേരെ വീട്ടങ്ങോട്ട് ഹെഡ് ഷോട്ട്. ഹൈ ആഡ്രെ ഒറ്റടിക്കാത്ത സി. ഇനി അടുത്ത സോംബി കുട്ടൻ്റെ ഊഴം. എൻ്റെ അടിയിലൊരു ചലന്തി ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ എൻ്റെ അടി ചലന്തി ഉണ്ടോയെന്ന്. അതിങ്ങനെ ഞാൻ അവന്മാരെല്ലാം കൊണ്ടുവരുന്നത്. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ മണ്ടയ്ക്ക് ഒരു പില്ലറപ്പ് ചെയ്യും. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. മര്യാദയ്ക്ക് സ്റ്റെയർ വെച്ചാൽ മതിയെന്നോ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്ത് ചെയ്യാ സോംബി. എന്ത് ചത്തി ഇല്ല. ചത്ത്. ഇനി ഈ സോംബി ഹോഴ്സ് എവനെ വെച്ചിട്ട് ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പിന്നെ കൂടെ അങ്ങ് തട്ടിക്കളഞ്ഞേക്കാം. ഇംഗ്ലീഷേ മുന്നും മാറണല്ലോ. യെസ്, സോംബി ഹോഴ്സും പോയി. അല്ല, സോംബി ഹോഴ്സ് മാത്രമായിട്ട് വെച്ചിട്ട് കളി ഒന്നും ചെയ്യാനില്ലല്ലോ. ബീട്രൂട്ട് പണി കിട്ടിയെടുത്ത് ബീട്രൂട്ട് നല്ല ഇറങ്ങാം. ഒരു മിനിറ്റ്, ഇതിനെ കൊണ്ടുവരാനുള്ള ലീഷ് ഞാനിപ്പോൾ അവിടെ വെച്ചിട്ട് പോയില്ലേ. കണ്ടോ, എൻ്റെ ലീഷ് ഇല്ല. ഷേ പന്നിക്കുട്ട ഇവിടെ വരൂ. കമോൺ മച്ചാനെ, ഇവിടെ വാ മച്ചാനെ. ഇത് ഞാൻ തിന്നില്ലോ, എനിക്കൊന്നും ചെയ്യില്ല കേട്ടാ. മച്ചാനെ ഇവിടെ വാ മച്ചാനെ, പെട്ടെന്ന് ഇവിടെ വാ മച്ചാനെ. ഇവിടെ വാ. സുഭാഷ് ലീഷില്ല കയ്യിൽ, അതിനകത്ത് തിരിച്ചു കൊണ്ട് വെച്ചു. പക്ഷേ ഇങ്ങനെ നിൽക്കേണ്ടി വരുമല്ലോ ഈ കണക്കിന്. മഴ ഞാൻ പിന്നെയും പോയി എടുത്തോണ്ട് വരണേ. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം. ഓക്കെ, അങ്ങനെ ഞാൻ ഈ നമ്മുടെ പന്നിക്കുട്ടിനെ കൂടെ കൊണ്ടുവന്ന് ഇവിടെ നോ ഡിസ്ട്രാക്ഷൻസ്. ഇവിടെ വാ മച്ചാനെ, ഇവിടെ വാ മച്ചാനെ. വറക്കുന്നോ? പന്നി വറക്കുന്നതല്ലേ, ലാഗടിക്കുന്ന, വേറൊന്നും ഇല്ല. നമുക്ക് ഇനി അപ്പുറത്ത് ഇടാം. എന്നിട്ട് ഈ ഇത്ര അടുത്തുള്ള നമുക്ക് കോഴീനെ ഇടാം, അതായിരിക്കും നല്ലത്. ഓക്കെ, വാ മച്ചാനെ ഇങ്ങോട്ട് വരൂ. അൺലീഷ് ഫുഡ് കൈ പിടിച്ച് ഫീഡിൻ്റെ ഓപ്ഷൻ ആയിരത്തുള്ളൂ, അൺലീഡ് തരത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഇവന് ഇതെന്തോ ആകൃതി. പക്ഷേ ഞാൻ മറ്റൊരു ജന്തുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് 2 കോഴികളെ കൂടെ കൊണ്ടുവരാം. ഇപ്പം തന്നെ അങ്ങനെ നമ്മൾ കോഴികളെ ഒപ്പിച്ചിരിക്കുകയാണ്. 2 എണ്ണത്തെ ഇതുങ്ങളെ ഞാൻ അങ്ങനെ വലിച്ച് എപ്പോഴേക്ക് കൊണ്ടുപോകുന്നത്. എനിക്ക് ഓരോരുത്തരായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ.
ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓരോരുത്തരായിട്ട് ആദ്യം കൊണ്ടുപോവാം. നീ ആദ്യം മാത്രം വാ, എന്നിട്ട് നിനക്ക് പകരം ഞാൻ മറ്റൊരാളെ കൊണ്ടുപോവാം. അല്ല വേണ്ട, പറക്കുന്നേ നല്ലത് വരുമോ എന്നത് എനിക്ക് തോന്നിയില്ല. അന്ന് തന്നെ വലിക്കേണ്ടി വരും. മതിയോ ഇത്? ഇതാ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വൈകുമ്പോൾ തന്നെത്താൻ ഈ ഇമ്മ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തോട്ട് വരും. ഓക്കെ, ഇനിയിപ്പോൾ ഇതേ കൂടാ കണ്ടോ, ഈ ലീഷൊക്കെ ഇട്ട് വലിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ ആദ്യം ഇതിനെ കൊണ്ടുവന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇത് അതിൻ്റെ ഇടയിൽ കൂടെ പോയി. ഇനി പിന്നെ ഇവിടെ മെല്ലെ വരൂ. ഇവനെ എൻ്റെ കുതിരയുടെ അവിടെ ഞാൻ പാർക്ക് ചെയ്യാം. കുതിരയുടെ അവിടെ പകരം കുതിര പോവും. അതവിടെ പോട്ടെ, അതവിടെ പോകാൻ അതിവിടത്തൊക്കെ തന്നെ കറങ്ങി തന്നെ നിൽക്കും. ഇനിയിപ്പോൾ ഇതല്ലാതെ വേറൊരു സ്ഥലം ഇല്ല. ഓക്കെ, ഇവൻ്റെ പകരം ഞാൻ വേറെ ഒരാളെ കൂടെ കൊണ്ടുവന്നു. ഓക്കെ, ഇപ്പോൾ 2 കോഴിയായി. ഇവർ രണ്ടുപേരും കൂടി ഞാൻ തിരിച്ച് ഇവന്മാരുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകണം. അത് വലിയ സീനൊന്നുമല്ല, അത് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നേ ഉള്ളൂ. മച്ചാനെ വാ, മച്ചാനെ അതേ വരണേ. നേരത്തെ പോലെ തള്ളി താരയിട്ടേക്കണ്ട. ഇവിടെ വെച്ചാൽ മുട്ട ഇട്ടോ, ഓട്ടെ എറിഞ്ഞ് വിരിക്കട്ടെ. ഒന്നും നടന്നില്ല. ഇങ്ങോട്ടോ ഞാനിവിടെ അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. ഇവന്മാരൊക്കെ ഇറങ്ങിപ്പോവും. ഓക്കെ, സെറ്റ്. ഈ ഒരു പ്ലാറ്റ്ഫോം മൊത്തത്തിൽ ഞാൻ ക്ലോസ് ചെയ്തു. ഇവന്മാരുടെ കയറ് ഊരിയിടാം. ഇപ്പം എൻ്റെ 2 ബോർഡ് വെച്ച് കാർപ്പറ്റും ഒക്കെ പണിത് ഞാൻ ഇവിടെ ചാടും. അത്ര ഇവിടെ കാർപ്പറ്റ് ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചാടാൻ പറ്റുമോ? അവിടെ പക്ഷെ പറ്റില്ലല്ലേ, ഫെൻസ് ഇങ്ങനെയൊക്കെ അല്ലേ. എൻ്റെ ഫെൻസിന് പറ്റുമെന്നല്ലോ. ഐ തിങ്ക് ബോൾ വെച്ചിട്ടൊരു മിസ്റ്റേക്ക് ചെയ്തെന്ന് തോന്നുന്നു. പക്ഷേ പോട്ടെ, സാരമില്ല. എവിടെയെങ്കിലും അതും പറ്റില്ലേ. ഇപ്പം എന്ത് ചെയ്യും മല്ലയ്യ? നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ആടാം. അങ്ങനെ ആടാൻ പറ്റും. അങ്ങനെ പുറത്ത് നഗത്തേക്ക് ചാടാൻ പറ്റില്ലല്ലോ. അന്നേരം തേങ്ങയാട്ടെ. ആദ്യം എൻ്റെ കുതിര കയറ്റട്ടെ, അതവിടെ കറങ്ങി നടക്കുക. ഇവൻ എന്ത് പേരിടുമെന്ന് എനിക്ക് ഇതിലായിട്ട് ഐഡിയ ഇല്ല. അവൻ എന്തെങ്കിലും പേരൊക്കെ ഇരിക്കട്ടെ. അതിങ്ങനെയാ. പിന്നെ അവിടെ കൊണ്ട് ഞാൻ തിരിച്ച് കെട്ടണം. എന്നിട്ട് വാ, രാത്രി ഒക്കെ അതിപ്പോൾ ഓരോ ഇപ്പം ഇറങ്ങും. ഇവിടെ വാ ബ്രോ. ഓക്കെ, അങ്ങനെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് നൈറ്റ് സ്ലീപ്പ് ചെയ്തിട്ട് ഔട്ട്രോയും പറഞ്ഞ് വീഡിയോ അങ്ങ് അവസാനിപ്പിച്ചേക്കാം. വല്ലാത്തൊരു എപ്പിസോഡായി പോയത്. ഭയങ്കര മെനക്കേടായിരുന്നു. ഇത്രയും ഡിഫിക്കൽട്ടി ഞാൻ മറ്റൊരു എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ഫീൽ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ഔട്ട്രോ ഇതല്ലേ ഇന്നത്തെ ഈ വീഡിയോ ഹൈലൈറ്റാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ ഔട്ട്രോ പറയാം. അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെ നമുക്ക് കാണാം. ബൈ ബൈ.